ഹായ് ഓൾ, സൈലത്തിൻ്റെ 2022-24 ഇൻ്റഗ്രേറ്റഡ് ബാച്ചിൽ പഠിച്ച് ഇപ്പോൾ IIT ഖരഗ്പൂരിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ചെയ്യുന്ന ആൻമരിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. സോ ഹായ് ആൻമരിയ. ഹായ് സർ. യെസ്, അപ്പം ഖരഗ്പൂർ എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് IITs ആണല്ലേ. അപ്പം ആ IITയിൽ ഇപ്പം BTech ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ചെയ്യാണ്. സോ ക്ലാസ്സസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തോ? ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പം ഒരു സെം കഴിഞ്ഞു. ബ്രേക്ക് ആണ്. നൈസ്. അപ്പൊ എങ്ങനെയുണ്ട് ആ ഒരു അന്തരീക്ഷം? അതായത് നമ്മളിപ്പോൾ ഇത്രയും നാളും കേട്ട ഒരു സ്ഥലത്ത് നിന്ന് പോയി കാണുകയാണ്, ഇപ്പോൾ ഒരു IIT ക്യാമ്പസ് പോയി കണ്ട ഒരു അവസ്ഥ. അപ്പൊ എന്താണ് ഇപ്പോഴത്തെ ഒരു ഫീലിംഗ്? എന്താണ്? ഹൗ ആർ യു നൗ? ക്യാമ്പസ് അടിപൊളിയാണ്. ക്യാമ്പസ് ലൈഫ് നല്ല രസമാണ്. ഭയങ്കര വാസ്റ്റ് ക്യാമ്പസ് ആണ്. എനിക്കൊന്ന് ഇന്ത്യയിലെ തന്നെ പല സ്ഥലത്തുനിന്ന് ആൾക്കാരുള്ളത് തന്നെ മൾട്ടി കൾച്ചറൽ ഹബ്ബ് തന്നെയാണല്ലേ. കുറെ നോർത്ത് ഇന്ത്യൻസും പിന്നെ സൗത്ത് ഇന്ത്യൻസും കുറെ ഓൾമോസ്റ്റ് എല്ലാ ഭാഗത്തുനിന്നും. മലയാളീസ് ഉണ്ടോ? മലയാളീസ് നമ്മുടെ ബാച്ചിൽ തന്നെ ഒരു 35 ആൾക്കാരുണ്ട്. അപ്പം കംഫർട്ടബിൾ ആയിട്ട് ഇങ്ങനെ പോകുന്നു അല്ലേ? യെസ്. അപ്പം മെയിൻലി ഇപ്പോൾ IIT ക്യാമ്പസ് ആണ്. അപ്പോൾ IIT കുറിച്ച് പറയുമ്പം BTechലേക്ക് കയറി കഴിയുമ്പം അത്യാവശ്യം നല്ല രീതിയിൽ വാസ്റ്റ് ആയിട്ട് കുറേ കോറായിട്ട് ഇൻഡെപ്ത് ആയിട്ട് പഠിക്കാനുണ്ടാവും. അപ്പം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കൂടെയാണ് എസ്പെഷ്യലി. അപ്പോൾ ഈ മെക്കാനിക്കലിലെ കോറിലേക്കൊക്കെ കടന്നു കഴിഞ്ഞു? ഉടനെ സ്റ്റാർട്ട് ചെയ്തോ? ഇല്ല, ഇപ്പം ഫസ്റ്റ് ഇയർ നമുക്ക് എല്ലാവർക്കും സെയിം കോഴ്സസ് ആണ്. ഓക്കെ. അപ്പം എല്ലാം പഠിക്കണം, എല്ലാ കൈൻഡ് ഓഫ് എഞ്ചിനീയറിംഗ് പഠിക്കാനുണ്ടോ? നമുക്കിപ്പം മാത്സ് ഉണ്ട്, പിന്നെ ഇലക്ട്രിക്കൽ ഉണ്ട്, ഇലക്ട്രോണിക്സ് ഉണ്ട്, ഫിസിക്സ്, കെമിസ്ട്രി, പിന്നെ ഒരു മെക്കാനിക്സ് ഉണ്ട് ഒരു ടോപ്പിക്. ഓക്കെ. അപ്പൊ അത് +2 എന്തെങ്കിലും ചെറിയ കണക്ഷൻസ് ഉണ്ടോ മെക്കാനിക്സിലൊക്കെ? ഉണ്ട്. ഇലക്ട്രിക്കൽ ആയാലും ഫിസിക്സ് ആയാലും കുറെയൊക്കെ നമ്മൾ +1 +2 പഠിച്ചതൊക്കെ തന്നെയാണ്. അത് കാരണം ഇപ്പൊ സെം കുഴപ്പമില്ല. സോ ആൻമരി, ഇപ്പൊ നമ്മളിപ്പം JEEന്റെ മെയിൻസ് അഡ്വാൻസ് എന്ന 2 കടമ്പകൾ കടന്ന് എത്തി നിൽക്കുന്ന ഒരാളാണ്. ഉറപ്പായിട്ടും ഇനി എഴുതുന്ന കുട്ടികൾക്ക് ഒരു റോൾ മോഡൽ തന്നെയാണ്. അപ്പം നമുക്കറിയാം, ഇപ്പോൾ JEE എന്ന് പറയുമ്പം ഉറപ്പായിട്ടും ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിൻ്റെ കൺസെപ്ഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് കുറേ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത്, അപ്പം അങ്ങനെ ഈ ഒരു ജേർണിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ട്രാറ്റജി എന്തായിരിക്കണം? അതായത് ഒരാൾ ഫോളോ ചെയ്യണം എന്ന് അവരോട് പറഞ്ഞു കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടൊരു കണ്ടീഷൻ എന്തായിരിക്കണം? കൺസെപ്റ്റ്സ് എല്ലാം നല്ല ക്ലിയർ ആയിട്ട് തറവായിരിക്കണം. നല്ലൊരു ബേസ് ഉണ്ടാകണം. കൺസെപ്റ്റ്സ് ക്ലിയർ ആയി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്തു തുടങ്ങാം. ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഓരോ എക്സാംസ് ഒക്കെ വന്ന് അതിൽ നിന്ന് നമുക്ക് അതിന്റെ ഒരു ഇത് കിട്ടും. ആൻമരി ഇപ്പം പ്രാക്ടീസ് ചെയ്യുന്ന വഴിക്ക് PYQs ചെയ്യലൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? PYQs ആണ് മെയിൻലി PYQs ആണ്. ഓക്കെ. ഏതായിരുന്നു ഫേവറേറ്റ്? ഇപ്പൊ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ടൈമിൽ ഫേവറേറ്റ് സബ്ജക്ട് ഏതായിരുന്നു? മാത്സ് ആയിരുന്നു. അപ്പൊ മാത്സ് കൂടുതൽ ടൈം കൊടുത്ത് വർക്കൗട്ട് ചെയ്യായിരുന്നു? അങ്ങനെയല്ല, മാത്സിന് അത്യാവശ്യം നല്ല ബേസ് ഉണ്ടായിരുന്നു. ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടി രസമായിരുന്നു. ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ട് അത്യാവശ്യം ഇതായി പോയി. വേസ്റ്റ് സബ്ജക്ട് അല്ലെങ്കിൽ ഇഷ്ടമല്ലാതെ എനിക്കിത് എഴുതണല്ലോ എന്ന് അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഏതെങ്കിലും സബ്ജക്റ്റിനോട്? അങ്ങനെയല്ല, അത് ചില ടോപ്പിക്സ് വരുമ്പം ഒരു മടുപ്പ്, ചെറിയൊരു മടുപ്പുണ്ടാവും. ഓക്കെ. അപ്പോൾ നമുക്കിപ്പോൾ ഉറപ്പായിട്ടും ഈ പറഞ്ഞ പോലെ ഇപ്പം ബേസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ബേസ് ക്ലിയർ ആയി കൺസെപ്റ്റ് മനസ്സിലാക്കി പരീക്ഷകളായിരുന്നു. അപ്പോൾ എത്രത്തോളം ഇപ്പം എക്സാമുകൾ, ഇപ്പോൾ സൈലം തന്നെ നിങ്ങൾക്ക് ഒരു സെറ്റ് ഓഫ് എക്സാംസ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ എക്സാംസ് നിങ്ങൾ എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ശരിക്കും? എക്സാംസ് നമുക്ക് കുറേ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഇപ്പം GIB ഒക്കെ നമുക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് ആണല്ലോ. അത് കാരണം എങ്ങനെയാണ് ആക്ച്വലി നമ്മൾ JEEൽ എങ്ങനെ പെർഫോം ചെയ്യുന്നത് ആ ഒരു എൻവയോൺമെന്റ് കിട്ടും. പിന്നെ അവരുടെ പെർസെന്റേജ് സിസ്റ്റം അത് വരുമ്പോൾ നമ്മളുടെ ലെവൽ എന്തോരുണ്ട് ഇപ്പം, പിന്നെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ശരി. അപ്പൊ അങ്ങനെ ഒരു ഇത് മെയിൻസ് ക്രാക്ക് ചെയ്തു. അതിനുശേഷം അഡ്വാൻസിലേക്ക് നമ്മുടെ മെയിൻ ക്യാമ്പസിലേക്കാണ് നിങ്ങൾ വന്നത് അല്ലേ? അപ്പൊ എങ്ങനെയായിരുന്നു മെയിൻ ക്യാമ്പസിലേക്ക് വന്നപ്പോൾ? ഇപ്പൊ അഡ്വാൻസ് അത്യാവശ്യം കുറെ കൂടെ കൺസെപ്ഷ്യൽ ആണല്ലോ, കുറച്ചും കൂടെ എക്സ്ട്രാ കൺസെപ്ഷ്യൽ ആണല്ലോ. അപ്പൊ അതിലേക്ക് വന്നപ്പം എങ്ങനെയായിരുന്നു ഇവിടുത്തെ ഒരു ഫാക്കൽറ്റീസിന്റെ ഒരു ഇതും അതേപോലെ ഇങ്ങനത്തെ ഒരു എൻവയോൺമെന്റിലേക്ക് വന്നപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു അഡ്വാൻസിലേക്ക്? ഇവിടെ എല്ലാ ഫാക്കൽറ്റീസും ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ഫിസിക്സും ഇക്ബാൽ സാർ, GP സാർ, റിജി സാർ എല്ലാവരും ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ആ ഒരു ജേർണി ടെൻഷൻ ഉണ്ടായിരുന്നോ? അഡ്വാൻസ് എങ്ങനെ ക്രാക്ക് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ എങ്ങനെ എഴുതാം, അങ്ങനത്തെ ഒരു ഇത് ഉണ്ടായിരുന്നോ? ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇവിടെ അഡ്വാൻസിന് പ്രിപ്പറേഷൻ വന്ന സമയത്ത് മോക്ക് എക്സാംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക്? ഇവിടെ കുറെ മോക്ക് എക്സാംസ്. അതും JEE അഡ്വാൻസിന്റെ മോഡൽ 2 എക്സാംസ് ഒരു ദിവസം തന്നെ 3 hours വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമുക്കിപ്പം JEE സ്റ്റുഡൻസ് ഇപ്പം മെയിൻസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന സമയമാണല്ലോ. അപ്പോൾ ഈ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു റിവിഷൻ അല്ലെങ്കിൽ ഇതെങ്ങനെ കൺസെപ്റ്റ്സിലേക്ക് പിന്നെയും തിരിച്ചെത്തേണ്ട ഒരു ടൈമാണ്. അതായത് കുറേ കാര്യങ്ങൾ ആദ്യമേ നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചിരിക്കുകയാണ്, പെട്ടെന്ന് ഇതിലേക്ക് എനിക്ക് തിരിച്ചെത്തണം. അപ്പം റിവിഷൻ എങ്ങനെയായിരിക്കും? ആൻമരിയ പഠിച്ച രീതിയിൽ ഇതിനെ എങ്ങനെ റിവൈസ് ചെയ്യാം? ഇപ്പം ഈ പറഞ്ഞ ടോപ്പിക്കിനെയൊക്കെ ഒന്നും കൂടെ ഗ്രാബ് ചെയ്തെടുക്കണമല്ലോ തിരിച്ച്, അതെങ്ങനെ കൊണ്ടുപോകാൻ പറ്റുമോ? എന്തെങ്കിലും
ഞാൻ മെയിൻലി ലേറ്റസ്റ്റ് ഇയേഴ്സിന്റെ PYQs ചെയ്യലായിരുന്നു. അതായത് റീസെന്റ് ഇയേഴ്സ് റീസെന്റ് 5 years അങ്ങനെ. ഓക്കെ, അതായത് ക്വസ്റ്റ്യൻസ് ചെയ്ത് കൺസെപ്ഷനെ തിരിച്ച് ക്ലിയർ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അതില് ഏതെങ്കിലും സബ്ജക്റ്റിന്റെ സ്പെഷ്യൽ ഇമ്പോർട്ടൻസ് കൊടുത്തു പോകുമായിരുന്നു, അതോ എന്തെങ്കിലും അങ്ങനെ സ്ട്രാറ്റജി ആയിരുന്നു ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിൽ? നമ്മൾ ഇത്ര നാളും പഠിച്ച സ്ഥിതിക്ക് നമുക്ക് അറിയാലോ നമ്മുടെ വീക്ക് പോയിന്റ്സ് ഏതാണ്. അപ്പൊ അതൊന്നുകൂടി ശരി. അപ്പം അതിന്റെ കൂടെ പരീക്ഷ എഴുതും, മോക്സോ എന്തെങ്കിലും കിട്ടുന്ന നമുക്ക് കോൺഫിഡന്റ് ആയിട്ടുള്ള സബ്ജക്ട്സിനെ നമ്മൾ ഓൾറെഡി അറിയാമെന്നുള്ള രീതിയിൽ വെക്കും. അറിയാത്ത പോർഷൻസ് നമ്മൾ പിന്നെയും റിവൈസ് ചെയ്യും. അപ്പൊ എന്തായാലും സൈലത്തിലെ സ്റ്റുഡന്റ് ആണ്. അപ്പൊ ആ ഒരു പോയിന്റിലേക്ക് നിങ്ങളുടെ ഡൗട്ട് ക്ലിയറൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? ടീച്ചേഴ്സ് ഒക്കെ ആയിട്ടുള്ളൊരു ഇതൊക്കെ എങ്ങനെയായിരുന്നു? ഇപ്പൊ എന്തായാലും ഡൗട്ടുകൾ ഉണ്ടാവും, അത് ക്ലിയർ ചെയ്യണം. അപ്പൊ അതൊക്കെ ആ ഒരു ഇതൊക്കെ എങ്ങനെ പോയി? സ്മൂത്ത് ആയിരുന്നു? ഓക്കെ, ഡൗട്ട്സ് ക്ലിയർ ചെയ്യുക, പരീക്ഷകൾ എഴുതുക, ഇങ്ങനെ പോവുക എന്നുള്ളതാണ് അല്ലേ? ആൻമരി നേരത്തെ പറഞ്ഞ പോലെ സൈലത്തിന് ഇന്റഗ്രേറ്റഡ് സ്റ്റുഡൻ്റ് ആണ്. അപ്പം ഉറപ്പായിട്ടും 10th വരെ പഠിച്ചതിന് ശേഷം 10th കഴിഞ്ഞിട്ട് ഇന്റഗ്രേറ്റഡ് ചൂസ് ചെയ്യാൻ എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടായിരിക്കുമല്ലോ. എന്തുകൊണ്ടായിരിക്കും? വൈ ഡിഡ് യു ചൂസ് ഇന്റഗ്രേറ്റഡ് സ്കൂൾസ്? എനിക്ക് എഞ്ചിനീയറിംഗ് ഫീൽഡിൽ പോകണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ കുറെ റിസർച്ച് ചെയ്തപ്പോൾ അഡ്വാൻസിനെ കുറിച്ചും അഡ്വാൻസ്ഡ് IITs കുറിച്ച് അറിഞ്ഞു. അപ്പോൾ അങ്ങനെ അപ്പോൾ അത് ശരിക്കും ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം 10th ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി അതിനുശേഷം അതിന് വേണ്ടി ഒരു സ്റ്റെപ്പ് എടുത്തു അല്ലേ? സ്റ്റെപ്പ് എടുത്തതിൻ്റെ കൂടെ നല്ല ഹാർഡ് വർക്ക് ചെയ്തു. അതിനുശേഷം ഇപ്പം ഇഷ്ടമുള്ള IIT-യിലേക്ക് അല്ലെങ്കിൽ ഇപ്പം ഒരു കോഴ്സിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. സോ ദാറ്റ് ഈസ് എ വെരി ഒരു പ്രൗഡ് മൂമെൻ്റ് ആണ്. ഇപ്പം നമുക്കിവിടെ നിന്ന് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് തോന്നുന്നത്. അപ്പം ഇതും നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കണം. കാരണം നിങ്ങളും ഇനി ഒരു എക്സാം എഴുതാൻ പോകുന്നവരാണ്. അപ്പോൾ ഇവരിപ്പോൾ ഈ ഒരു എക്സാം എഴുതാൻ ഇപ്പം നേരെ മെയിൻസിൻ്റെ എക്സാമിലേക്ക് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഈ ഒരു പോയിന്റിൽ മെയിൻലി ഇവർക്ക് പറയാനുള്ള ഒരു 2 ടിപ്പ് പറഞ്ഞാൽ എന്തായിരിക്കും പറയാം? കൺസിസ്റ്റന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുക, റിവൈസ് ചെയ്യുക, PYQs നല്ലപോലെ ചെയ്യുക, പേടിക്കാണ്ട് ചെയ്യുക. അതെ അതെ. ആൻമരി IIT വരെ എത്തി. ഞാനിവിടെ ഇന്റർവ്യൂവിന് പിടിച്ചിരുത്തിയപ്പോൾ അത്യാവശ്യം നല്ല ഇതായിട്ട് സാറിന് അതെങ്കിലും ചോദിക്കല്ലേ എന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. അത്യാവശ്യം വാലിഡ് ആയിട്ടുള്ള കുറേ പോയിന്റുകൾ നിങ്ങൾക്ക് ആൻമരി ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ മാക്സിമം ഫോളോ ചെയ്യാൻ ശ്രമിക്കാം. ആൻമരിയുടെ പാത്തിൽ ഒരുപാട് പേര് ഇനിയും വരട്ടെ എന്ന് ആശംസിക്കുന്നു. ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ്.